ഇന്നത്തെ ടോപ്പിക് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്ലാനിങ് ആൻഡ് കൺട്രോളിങ്. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്ലാനിങ് ആൻഡ് കൺട്രോളിങ്. മാനേജ്മെന്റിന്റെ രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫങ്ഷൻസ് ആണ് പ്ലാനിങ് ആൻഡ് കൺട്രോളിങ് എന്ന് പറയുന്നത്. ട്വിൻ ഫങ്ഷൻ ഓഫ് മാനേജ്മെന്റ് എന്ന് അറിയപ്പെടുന്നതും പ്ലാനിങ് ആൻഡ് കൺട്രോളിങ് ആണ്. ട്വിൻ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അതിനുള്ള കാരണം എന്താന്ന് വെച്ചാല് പ്ലാനിങ് ഇല്ലാതെ കൺട്രോളിങ്ങോ അല്ലെങ്കിൽ കൺട്രോളിങ് ഇല്ലാതെ പ്ലാനിങ്ങോ നടക്കൂല. അതുകൊണ്ട് ഇതിനെ നമ്മൾ ട്വിൻ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയും. പ്ലാനിങ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നതും കൺട്രോളിംഗ് എന്ന് പറയുന്നത് ആ പ്ലാൻ ചെയ്ത കാര്യം പ്രോപ്പറായി അല്ലെങ്കിൽ കറക്റ്റായി നമ്മൾ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുന്നതും. ഇതിലെ ഫസ്റ്റ് പോയിന്റ്, കൺട്രോളിംഗ് വിത്തൗട്ട് പ്ലാനിങ് ഈസ് ബ്ലൈൻഡ്. കൺട്രോളിംഗ് വിത്തൗട്ട് പ്ലാനിങ് ഈസ് ബ്ലൈൻഡ്. പ്ലാനിങ് ഇല്ലാതെയാണ് നമ്മളൊരു കാര്യം ചെയ്യുന്നതെങ്കിൽ അതിന് ഗോൾ ഉണ്ടാവില്ല, പിന്നെ നമുക്കൊരു കമ്പയർ ചെയ്യാനുണ്ടാവില്ല. ആക്ച്വൽ പെർഫോമൻസിനെ വെച്ച് നമ്മൾ എക്സ്പെക്റ്റഡ് പെർഫോമൻസും ആക്ച്വൽ പെർഫോമൻസും വെച്ച് കമ്പയർ ചെയ്യാനുണ്ടാവില്ല. പകരം നമ്മൾ അതൊരു കാര്യം പ്ലാൻ ചെയ്തിട്ടാണ് നടത്തുന്നതെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്തതുപോലെയാണോ നമ്മൾ ഇപ്പോൾ ഈ കാര്യം നടന്നു വന്നപ്പോൾ ഉള്ളത് എന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഹോസ്പിറ്റലിന്റെ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന് എമർജൻസി ഡിപ്പാർട്ട്മെന്റിനെ ഇവാലുവേറ്റ് ചെയ്യണം. അതിനെ ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ അതിനൊന്നും ഒരു ടാർഗറ്റോ ഒരു കാര്യങ്ങളും ഫിക്സ് ചെയ്തിട്ടില്ല, ഒരു പ്ലാനിങ്ങും നടത്തിയിട്ടില്ല. അപ്പോൾ പേഷ്യന്റിന്റെ വെയിറ്റിംഗ് ടൈം, നമ്പർ ഓഫ് പേഷ്യൻസ്, എത്ര പേഷ്യൻസിന് ഒരു ദിവസം ട്രീറ്റ് ചെയ്തിട്ടുണ്ട്, നമ്മൾ കൊടുക്കുന്ന കെയറിന്റെ ക്വാളിറ്റി, ഇതൊന്നും നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. കാരണം നമ്മൾ ഓൾറെഡി ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ പ്ലാൻ പ്രകാരമാണോ കാര്യങ്ങൾ നടന്നത് എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. പക്ഷെ നമ്മൾ അങ്ങനെ ഒരു പ്ലാൻ ഒന്നും ഉണ്ടാക്കാത്ത പക്ഷം നമുക്കതൊരിക്കലും ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. വിത്തൗട്ട് പ്ലാനിങ് കൺട്രോളിങ്ങിന് ഒരു ഡയറക്ഷനോ അല്ലെങ്കിൽ കൺട്രോളിങ് പ്രോപ്പർ ആയിട്ട് നടക്കില്ല. സെക്കൻഡ് പോയിന്റ്, പ്ലാനിങ് വിത്തൗട്ട് കൺട്രോളിങ് ഈസ് മീനിങ്ലെസ്. പ്ലാനിങ് വിത്തൗട്ട് കൺട്രോളിങ് ഈസ് മീനിങ്ലെസ്. പ്ലാനിങ്ങിൽ നമ്മൾ പ്ലാൻസ് ഉണ്ടാക്കുന്ന മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് ആ പ്ലാൻ തന്നെ നമ്മൾ എന്താ പറയാ സക്സസ്ഫുൾ ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ അതൊരു ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള പ്ലാൻ ആണെന്നോ ഒന്നും പറയുന്നില്ല. പക്ഷെ നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും കൺട്രോൾ ചെയ്യാൻ എന്ന് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. കൺട്രോളിങ്ങിൽ നമ്മൾ ആ പ്ലാൻ ചെയ്ത കാര്യങ്ങളുമായിട്ട് എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ അത് കമ്പയർ ചെയ്യാനൊക്കെ നമുക്ക് ഈസി ആയിരിക്കും. ഒരു പ്ലാൻ ഉണ്ട്,
അപ്പൊ നമ്മൾ കൺട്രോൾ ചെയ്യുന്ന സമയത്ത് പ്ലാൻ പ്രകാരമാണോ കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ളതൊന്ന് കമ്പയർ ചെയ്യാം. ഇനി ഇൻ കേസ് എന്തെങ്കിലും മിസ്റ്റേക്സ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് കറക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അതിനെതിരെയുള്ള ആ മിസ്റ്റേക്ക് പിന്നെ വരാതിരിക്കാനുള്ള ആക്ഷൻ എടുക്കാനൊക്കെ ഈസി ആയിരിക്കും. ഇപ്പൊ ഒരു ഹോസ്പിറ്റലിലെ പേഷ്യന്റിന്റെ വെയിറ്റിംഗ് ടൈം ആദ്യം 30 മിനിറ്റ്സ് ആയിരുന്നു. ആ 30 മിനിറ്റ്സ് നമ്മൾ 15 മിനിറ്റ്സിലേക്ക് ആ വെയിറ്റിംഗ് ടൈമിനെ കുറച്ച് കൊണ്ടുവന്നു. പക്ഷെ ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആരുമില്ല. നമ്മളെ പേഷ്യൻസ് 15 മിനിറ്റ്സ് ആണോ വെയിറ്റ് ചെയ്യുന്നത് എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ആരും ഇല്ലെങ്കിൽ നമ്മൾ ആ ഗോൾ അച്ചീവ് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ എങ്ങനെ അറിയാൻ പോകുന്നില്ല. കാരണം ഇതാരും ചെക്ക് ചെയ്യുന്നില്ല. പക്ഷെ നമ്മളൊരു പ്ലാൻ ഉണ്ടാക്കി ആ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്തു, അത് നടപ്പിലാക്കിയിട്ടുണ്ട്. പക്ഷെ അത് നമ്മൾ ചെക്ക് ചെയ്യാത്തിടത്തോളം കാലം നമുക്ക് അത് അറിയാൻ പറ്റില്ല ആ പ്ലാൻ പ്രകാരം നമ്മളെ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ, അങ്ങനെ ഉള്ള കാര്യങ്ങൾ. അപ്പൊ പ്ലാനിങ് എന്ന് പറയുന്നത് മീനിങ്ലെസ് ആവും. അവിടെ പ്ലാനിങ് ഒരു ആവശ്യമില്ലാത്ത കാര്യമായി മാറുന്നുണ്ട്. തേർഡ് പോയിന്റ്, പ്ലാനിങ് പ്രിസ്ക്രൈബ്സ്, കൺട്രോളിങ് എൻഷുവേഴ്സ് കംപ്ലയൻസ്. പ്ലാനിങ് പ്രിസ്ക്രൈബ്സ്, കൺട്രോളിങ് എൻഷുവേഴ്സ് കംപ്ലയൻസ്. ഇതിൽ പറയുന്നത് പ്ലാനിങ് ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ പോളിസീസ്, പ്രോഗ്രാംസ് അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സ് ഇതൊക്കെ ഡെവലപ്പ് ചെയ്യലാണ് പ്ലാനിങ്ങിന്റെ ഡ്യൂട്ടി. കൺട്രോളിങ് കൺട്രോളിങ് എന്ന് പറയുമ്പോൾ നമ്മളെ ഹോസ്പിറ്റലിലെ എംപ്ലോയീസ് ഈ പ്ലാൻസ് ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നത്. ഇപ്പൊ നമ്മളെ മെഡിസിൻസ്, ഫാർമസിയിൽ നിന്ന് മെഡിസിൻസ് വിത്തിൻ 30 മിനിറ്റ്സ് എല്ലാ പേഷ്യൻസിനും കൊടുക്കണം. അപ്പൊ നമ്മളെ നഴ്സിംഗ് സൂപ്പർവൈസർ, ഇതാണ് നമ്മളെ പ്ലാൻ. പ്ലാൻ എന്താന്ന് വെച്ചാൽ 30 മിനിറ്റ്സിനുള്ളിൽ നമ്മൾ പേഷ്യൻസിന് മെഡിസിൻസ് കൊടുത്തിട്ടുണ്ടാവണം. അപ്പൊ നമ്മൾ കൺട്രോളിങ് എന്താന്ന് വെച്ചാൽ നമ്മളെ നഴ്സിംഗ് സൂപ്പർവൈസർ ഇത് ചെക്ക് ചെയ്യണം. എല്ലാ പേഷ്യൻസിനും കറക്റ്റ് 30 മിനിറ്റ്സിനുള്ളിൽ നമ്മൾ മരുന്ന് ഡെലിവർ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്തണം. ഫോർത്ത് പോയിന്റ്, പ്ലാനിങ് തിങ്സ്, കൺട്രോളിങ് ഇവാലുവേറ്റ്സ്. ഒന്നുകൂടി പറയോ ഫോർത്ത് പോയിന്റ്? പ്ലാനിങ് തിങ്സ്, കൺട്രോളിങ് ഇവാലുവേറ്റ്സ്. പ്ലാനിങ് തിങ്സ്, കൺട്രോളിങ് ഇവാലുവേറ്റ്സ്. പ്ലാനിങ്ങിൽ തിങ്കിങ്, ഡിസിഷൻ മേക്കിംഗ്, സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് ഇതൊക്കെ ഉൾപ്പെടുന്നുണ്ട്. കൺട്രോളിങ്ങിൽ നമ്മൾ ആ ഉണ്ടാക്കിയ പ്ലാനിനെ മെഷറിംഗ് പെർഫോമൻസ്, ചെക്കിംഗ് റിസൾട്ട്, ഇവാലുവേറ്റിംഗ് അക്യുറസി, ഫൈൻഡിങ് ഡീവിയേഷൻസ് ഇതാണ് കൺട്രോളിങ്ങിൽ ഇൻവോൾവ് ആകുന്നത്. നമ്മൾ പ്ലാൻ ചെയ്യുന്നത്, ഇപ്പൊ ഇതിനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ 95% പേഷ്യൻസിനും നമ്മളെ ഹോസ്പിറ്റലിൽ വന്ന് പോകുമ്പോൾ സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ടോ എന്ന് നമുക്കറിയണം. അപ്പൊ നമ്മൾ പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം? ഇപ്പൊ കൺട്രോളിങ്ങിൽ നമ്മൾ ചെയ്യുമ്പോൾ അത് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേസ്, പിന്നെ ആക്ച്വൽ സാറ്റിസ്ഫാക്ഷൻ വിത്ത് ടാർഗറ്റ്, ഹോസ്പിറ്റലിൽ വന്നു പോകുന്ന 95% പേഷ്യൻസും സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ടോ എന്ന് നമ്മൾ സർവേസ് ഒക്കെ വെച്ചിട്ട് ചെക്ക് ചെയ്യും. ഇപ്പൊ 85% മാത്രമാണ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നതെങ്കിൽ നമ്മൾ അത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കി അത് തിരുത്തിയിട്ട് മുന്നോട്ട് പോകാനും കൂടെ ശ്രമിക്കും.
ഈ ചാപ്റ്ററിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്? ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ഇത് ലാസ്റ്റത്തെ ടോപ്പിക് ആയിരുന്നു ഈ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്ലാനിങ് ആൻഡ് കൺട്രോളിങ് എന്നുള്ളത്. ഏതെങ്കിലും ഭാഗത്തിൽ ഡൗട്ട് ഉണ്ടോ? അതൊന്ന് പെട്ടെന്ന് ചെക്ക് ചെയ്യോ, ഏതെങ്കിലും ടോപ്പിക്ക്. ടൈപ്സ് ഓഫ് കൺട്രോളിംഗിൽ ഒരു കൺകറന്റ് കൺട്രോൾ പറഞ്ഞില്ലേ? ഹലോ. ടൈപ്പിലല്ലേ? ടൈപ്സ് ഓഫ് കൺട്രോളിംഗിൽ സെക്കൻഡ് വൺ കോൺകറന്റ് കൺട്രോൾ. അത് പറയാം. കോൺകറന്റ് കൺട്രോളിന്റെ മറ്റൊരു പേര് റിയൽ ടൈം കൺട്രോൾ. റിയൽ ടൈം കൺട്രോൾ എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിനെ കൺട്രോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ മാനേജർ മോണിറ്റർ ചെയ്യുന്നത്. ആ ഒരു ആക്ടിവിറ്റീനെ കണ്ടിന്യൂസ് ആയി നമ്മളത് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. ആ ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമല്ല, നമ്മൾ ആ വർക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിനെ മോണിറ്റർ ചെയ്യുന്നതാ. അപ്പൊ എന്തെങ്കിലും ഒരു പ്രോബ്ലം പെട്ടെന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്ഷൻ എടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പൊ അതൊരു ഓപ്പറേഷൻ തിയേറ്ററിന്റെ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ, ഓപ്പറേഷൻ തിയേറ്ററിൽ ഒരു സൂപ്പർവൈസർ ഉണ്ടാവും. ആ സൂപ്പർവൈസർ ഓപ്പറേഷൻ തിയേറ്ററിലെ സ്റ്റെറിലിറ്റി, എക്യുപ്മെന്റ്സ് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, സ്റ്റാഫിന്റെ പെർഫോമൻസ്, ഇതൊക്കെ കണ്ടിന്യൂസ് ആയി മോണിറ്റർ ചെയ്യും. അപ്പൊ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഈസി ആയിരിക്കും. കൂടുതൽ സീരിയസ് മിസ്റ്റേക്ക് ആവുന്നതിന് മുന്നേ തന്നെ അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിനൊരു എക്സാമ്പിൾ ആണ് CCTV മോണിറ്ററിങ്. നമ്മൾ CCTVയിൽ ആ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളല്ലേ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെയുള്ളതാണ് കോൺകറന്റ് കൺട്രോളിങ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ.
നെക്സ്റ്റ് ചാപ്റ്റർ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് നമ്മളെ മാനേജ്മെന്റ് എന്നുള്ള പോർഷനിലെ ലാസ്റ്റ് ചാപ്റ്റർ ആണിത്. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് അതൊരു പ്രോസസ്സാണ്. പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിങ് ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് ഓഫ് എ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷന്റെ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് കൺട്രോൾ ചെയ്യുന്നത്, ഡയറക്റ്റ് ചെയ്യുന്നത്, പ്ലാൻ ചെയ്യുന്നത്, ഇതിനൊക്കെയുള്ള ആ ഒരു പ്രോസസ്സിനെ നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇതിൽ ഇൻക്ലൂഡഡ് ആവുന്ന ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് റേസിംഗ് മണി, സ്പെൻഡിങ് മണി, ഇൻവെസ്റ്റിംഗ് മണി, കൺട്രോളിംഗ് കോസ്റ്റ്, മാനേജിംഗ് പ്രോഫിറ്റ്. സർ ഒന്നുകൂടി സ്ലോ ആക്കിയിട്ട് പറയോ? ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു ഓർഗനൈസേഷന്റെ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്ത്, ഓർഗനൈസ് ചെയ്ത്, അതേപോലെ തന്നെ ഡയറക്റ്റ് ചെയ്ത് ആൻഡ് കൺട്രോൾ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെ നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് എന്തൊക്കെയാന്ന് വെച്ചാൽ, റേസിംഗ് മണി, സ്പെൻഡിങ് മണി, ഇൻവെസ്റ്റിംഗ് മണി, കൺട്രോളിംഗ് കോസ്റ്റ്, മാനേജിങ് പ്രോഫിറ്റ്. അതായത് നമ്മൾ ഹോസ്പിറ്റലിന് വേണ്ടിയിട്ട് ഫണ്ട് റേസ് ചെയ്യുന്നുണ്ടാവും. അതായത് നമ്മൾ ഓരോ സ്പോൺസറിനെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ആൾക്കാരെയൊക്കെ കണ്ടുപിടിച്ച് നമ്മൾ ഹോസ്പിറ്റലിന് വേണ്ടി മണി ആ ഒരു ഫണ്ട് ഉണ്ടാക്കാനും നമ്മൾ ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ ആ ക്യാഷ് ചെലവ് വെക്കാനും നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ, പിന്നെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. നമ്മൾ കോസ്റ്റ് കൺട്രോൾ ചെയ്യും. ഓവറായിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യാതെ കറക്റ്റ് ഒരു ലിമിറ്റിൽ മാത്രം കൺട്രോൾ ചെയ്ത് കോസ്റ്റിനെ നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കാനും ശ്രമിക്കുന്നുണ്ട്. ലാസ്റ്റ് പോയിന്റ് എന്തായിരുന്നു? മാനേജിങ് പ്രോഫിറ്റ്. ആ നെക്സ്റ്റ് ടോപ്പിക് വരുന്നത് വൈ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. വൈ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഒരു ഹോസ്പിറ്റലിന് എപ്പോഴും ക്യാഷ് ആവശ്യമായിരിക്കും. നമ്മൾ ഹെൽത്ത് കെയർ സർവീസ് കൊടുക്കണമെങ്കിൽ, അത് കണ്ടിന്യൂ ചെയ്തു പോകണമെങ്കിൽ നമുക്ക് ക്യാഷ് എന്നുള്ളത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമായിരിക്കും. അപ്പൊ ഗുഡ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഒരു ഹോസ്പിറ്റലിനെ ഏതൊക്കെ തരത്തിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാല്, ഓപ്പറേറ്റിംഗ് വിത്തൗട്ട് ഇന്ററപ്ഷൻ, നമുക്ക് തടസ്സങ്ങളില്ലാതെ ആ ഒരു എന്താ പറയുക കണ്ടിന്യൂസ് ആയിട്ട് ഇതിന്റെ ഓപ്പറേഷൻസ് നടത്തിക്കൊണ്ട് പോകാൻ വേണ്ടി പറ്റും. കണ്ടിന്യൂ ഓപ്പറേറ്റിംഗ് വിത്തൗട്ട് ഇന്ററപ്ഷൻ. നെക്സ്റ്റ് പോയിന്റ് വരുന്നത് ബൈ മോഡേൺ എക്യുപ്മെന്റ്. ബൈ മോഡേൺ എക്യുപ്മെന്റ്. തേർഡ്, പേ സാലറീസ് ഓൺ ടൈം. Pay salaries on time. Expand services. Avoid unnecessary expenses. നമുക്ക് ബുദ്ധിമുട്ടില്ലാത്ത കാര്യങ്ങൾ മുന്നോട്ട് പോകണമെങ്കിൽ ക്യാഷ് വേണം. അതേപോലെ തന്നെ നമ്മൾ അപ്ഡേറ്റ് ആയി ഇരിക്കണമെങ്കിൽ നമ്മൾ മോഡേൺ എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യണം. ഇപ്പൊ ലാബിലൊക്കെ നമ്മൾ പഴയ എക്യുപ്മെന്റ്സ് ആ യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മളെ റിസൾട്ട്
അത്ര ക്ലിയർ ആവണം എന്നില്ല. കാരണം ഡേ ബൈ ഡേ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അപ്ഡേഷൻസ് വരുന്നുണ്ട്. സോ നമ്മളെ ഹോസ്പിറ്റലും എപ്പോഴും അപ്ഡേറ്റ് ആയി ഇരുന്നാൽ മാത്രമേ നമുക്ക് സൊസൈറ്റിയിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി പറ്റൂ. ഇല്ലെങ്കിൽ നമ്മളെ ഹോസ്പിറ്റല് പെട്ടെന്ന് പൂട്ടി പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മൾ മോഡേൺ എക്യുപ്മെന്റ്സ് വാങ്ങേണ്ടി വരും. അതേപോലെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. അതിനും നമുക്ക് ക്യാഷ് ആവശ്യമുണ്ട്. പിന്നെ നമ്മൾ എംപ്ലോയീസിന് സാലറീസ് കറക്റ്റ് ടൈം കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ പെർഫോമൻസിലും ചേഞ്ചസ് ഉണ്ടാവും. നമുക്കൊരു 2 മാസമായി സാലറി കിട്ടാത്തൊരു ജോലിക്ക് പോകാൻ നമുക്ക് താല്പര്യം കുറവായിരിക്കും. നേരെ തിരിച്ചത് നമുക്ക് എല്ലാ മാസവും കറക്റ്റ് ഡേറ്റിൽ സാലറി കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ജോലിക്ക് നല്ല ഇഷ്ടത്തോടെ പോകും. അപ്പൊ നമ്മളെ പെർഫോമൻസിൽ ചേഞ്ചസ് ഉണ്ടാവും. പിന്നെ എക്സ്പാൻഡ് സർവീസസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മളെ ഹോസ്പിറ്റലിന് ചെറിയൊരു ക്ലിനിക്ക് ഒരു നാട്ടിൻ പ്രദേശത്ത് തുടങ്ങാൻ അവർക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്താൻ പറ്റൂല. പകരം നമ്മളൊരു ചെറിയൊരു ക്ലിനിക്ക് പോലെ എന്തെങ്കിലും ഒരു സെറ്റപ്പ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ചികിത്സക്ക് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് ആൾക്കാരെ കൊണ്ടുവരാൻ അങ്ങനെയുള്ള സർവീസസ് എക്സ്പാൻഡ് ചെയ്യാം. അതേപോലെ അൺനെസസറി ആയിട്ടുള്ള, അതായത് ആവശ്യമില്ലാത്ത ചെലവുകൾ അവോയ്ഡ് ചെയ്യാനും ശ്രമിക്കണം. നെക്സ്റ്റ് ടോപ്പിക് ഫിനാൻഷ്യൽ പ്ലാനിങ്. ഫിനാൻഷ്യൽ പ്ലാനിങ് ഫിനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറയുന്നത് ആ ഒരു ഓർഗനൈസേഷന് എത്ര എമൗണ്ട് ആവശ്യമുണ്ട്, അതേപോലെ തന്നെ അത് എങ്ങനെ നമ്മൾ യൂസ് ചെയ്യണം എന്ന് പ്ലാൻ ചെയ്യുന്നത്, അതിനാണ് ഫിനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറയുന്നത്. ഒരു ഓർഗനൈസേഷനിൽ കാര്യങ്ങൾ നടത്താൻ വേണ്ടി എത്ര എമൗണ്ട് ആവശ്യമുണ്ട്, അത് എങ്ങനെയൊക്കെ ഉപയോഗിക്കണം. ടോപ്പിക്കാണോ? നെക്സ്റ്റ് ടോപ്പിക് ഫിനാൻഷ്യൽ പ്ലാനിങ്. നമ്മൾ എന്ത് പ്രൊജക്റ്റും സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഹോസ്പിറ്റലിൽ ചോദിക്കുന്ന ഫസ്റ്റ് ചോദ്യമായിരിക്കും ഹൗ മച്ച് മണി ഡു വി നീഡ്. നമുക്ക് എത്ര എമൗണ്ട് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ എത്രയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ക്യാഷ് എന്നുള്ളത്. പിന്നെ രണ്ടാമത്തെ ചോദ്യം എവിടുന്ന് കിട്ടും, ഈ എമൗണ്ട് നമുക്ക് എവിടുന്നാണ് കിട്ടുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ ഇത് നമ്മൾ എങ്ങനെ സ്പെൻഡ് ചെയ്യണം. ഇതിനാണ് ഫിനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറയുന്നത്. എത്ര എമൗണ്ട് എവിടുന്ന് കിട്ടും, എങ്ങനെ സ്പെൻഡ് ചെയ്യും, ഈ 3 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളെ ഫിനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ പ്ലാനിങ്ങിന് 4 മെയിൻ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റത്തേത് ഡിറ്റർമൈനിങ് ക്യാപിറ്റൽ റിക്വയർമെന്റ്സ്. ഡിറ്റർമൈനിങ് ക്യാപിറ്റൽ റിക്വയർമെന്റ്സ്. ഡിറ്റർമൈനിങ് ക്യാപിറ്റൽ റിക്വയർമെന്റ്സ്. ഇതിൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് മണി, നമുക്ക് ആവശ്യമായിട്ടുള്ള മണീനെയാണ് ക്യാപിറ്റൽ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഹോസ്പിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യും, നമ്മളൊരു സ്ഥലമാണ് വാങ്ങുന്നെങ്കിൽ അതിന്റെ കോസ്റ്റ്, ഒരു ബിൽഡിങ് ബിൽഡ് ചെയ്യാനുള്ള അതിന്റെ കോസ്റ്റ്, ബിൽഡിംഗ് ആയി കഴിഞ്ഞാൽ മെഡിക്കൽ എക്യുപ്മെന്റ്സ്, ഫർണിച്ചർ, ആംബുലൻസ്, സ്റ്റാഫ് സർവീസ്, പിന്നെ ഫ്യൂച്ചറിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന എക്സ്പാൻഷനും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതിന് വേണ്ട ചെലവടക്കം നമ്മൾ ഈ കണക്ക് കൂട്ടും. ക്യാപിറ്റൽ എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ആവശ്യമായിട്ടുള്ള മണീനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അതിൽ കാൽക്കുലേറ്റ് ചെയ്യണം. സ്ഥലം വാങ്ങണം, ആ സ്ഥലത്ത് നമ്മൾ ബിൽഡിംഗ് എടുക്കണം, അതായത്
ചെറിയ ഫസ്റ്റ് പ്രൊസീജിയർ മുതൽ ഫ്യൂച്ചറിൽ നമ്മളത് എന്താ പറയുക എക്സ്പാൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ചെലവടക്കം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവണം. സെക്കൻഡ് പോയിന്റ്, ഡിറ്റർമൈനിങ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ഡിറ്റർമൈനിങ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ മണി എവിടുന്ന് വാങ്ങും അല്ലെങ്കിൽ എവിടുന്ന് കിട്ടും. നമുക്ക് എവിടുന്നാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ കിട്ടുന്നത് എന്ന് നമ്മൾ നോക്കും. അപ്പൊ ഫസ്റ്റ് നമ്മളെ ഇൻവെസ്റ്റർ, നമ്മളെ ഹോസ്പിറ്റലിലെ ഓണർ ഉണ്ടാവും. ഓണറിന്റെ മണി എടുക്കും. ഓണറിന്റെ മണി എന്ന് പറയുമ്പോൾ അതിന് നമ്മൾ ഇക്വിറ്റി എന്നാ പറയാ. ഓണറിന്റെ കയ്യിൽ നിന്നുള്ള ഓണർ എത്രയാണ് നമുക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ഓണർ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ പ്ലസ് നമ്മൾ എത്ര കടം വാങ്ങണം, ഇതാണ് ക്യാപിറ്റൽ സ്ട്രക്ചറിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഓണർ ഇൻവെസ്റ്റ് ചെയ്യും ഒരു എമൗണ്ട്, അതേപോലെ തന്നെ നമ്മൾ കുറച്ച് ലോൺ ആയിട്ടും എടുക്കും, നമ്മൾ കടം വാങ്ങും. ആ ബോറോ ചെയ്യേണ്ട എമൗണ്ട് എത്രയാണെന്നുകൂടി ഈ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ, ഇതിന്റെ ഈ ഒരു ബാലൻസിനെയാണ് നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓണറിന്റെ കയ്യിൽ നിന്നുള്ള ഇൻവെസ്റ്റ്മെന്റും അതേപോലെ നമ്മൾ ലോൺ എടുക്കുന്ന എമൗണ്ടും, ഈ ഒരു ബാലൻസിനെ നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയും. ക്ലിയർ ആയില്ലേ? ക്ലിയർ ആയി മാം. തേർഡ് പോയിന്റ്, ഫ്രെയിമിംഗ് ഫിനാൻഷ്യൽ പോളിസീസ്. ഫ്രെയിമിംഗ് ഫിനാൻഷ്യൽ പോളിസീസ്. ഫ്രെയിമിംഗ് ഫിനാൻഷ്യൽ പോളിസീസ് എന്നുള്ള ഒബ്ജക്റ്റീവിൽ നമ്മൾ പറയുന്നത് ആ പൈസേനെ സംബന്ധിച്ചുള്ള റൂൾസ്, ആ പൈസ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, എവിടുന്ന് എങ്ങനെ കടം വാങ്ങണം, പിന്നെ ആർക്ക് കൊടുക്കണം, എത്ര ഇൻവെസ്റ്റ് ചെയ്യണം, എങ്ങനെയാ പേയ്മെന്റ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള ബജറ്റ് പ്രിപ്പറേഷൻ. നമുക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു റൂൾസ് ഉണ്ടെങ്കിൽ ഈസി ആയിരിക്കും. അതാണ് ഫിനാൻഷ്യൽ പോളിസീസ് ഫ്രെയിം ചെയ്യണം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫിനാൻഷ്യൽ പോളിസീസ് ഫ്രെയിം ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു ഫിനാൻഷ്യൽ മാനേജർ ഉണ്ടാവും, അയാൾ മാത്രമായിരിക്കും ഈ ക്യാഷ് കൈകാര്യം ചെയ്യുന്നത്. സോ ക്യാഷ് ഹാൻഡ്ലിങ്ങിലോ അല്ലെങ്കിൽ അത് കടം കൊടുക്കുന്നതിലോ അത് ഇൻവെസ്റ്റ് ചെയ്യുന്നതിലോ പേയ്മെന്റിന്റെ കാര്യത്തിലോ ഒന്നും കൺഫ്യൂഷൻസ് ഇല്ലാതിരിക്കും. ഫോർത്ത് ആൻഡ് ലാസ്റ്റ് ഒബ്ജക്റ്റീവ്, മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് ഫിനാൻഷ്യൽ റിസോഴ്സസ്. മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് ഫിനാൻഷ്യൽ റിസോഴ്സസ്. ഇതിൽ പറയുന്നത് മണി ഒരിക്കലും വേസ്റ്റ് ആവാൻ വേണ്ടി പാടില്ല. നമ്മൾ ഒരിക്കലും ക്യാഷ് വേസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പാടില്ല. ഓരോ എന്താ പറയാ എത്ര ആയിക്കഴിഞ്ഞാലും ഓരോ എമൗണ്ടും നമ്മൾ ബുദ്ധിപൂർവം വേണം ചെലവാക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ആവശ്യമില്ലാതെ കുറെ ഫർണിച്ചർ വാങ്ങുന്നതിന് പകരം നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ഒരു വെന്റിലേറ്റർ ആണ് വാങ്ങുന്നതെങ്കിൽ അത് നമ്മൾ ബുദ്ധിപൂർവം ആ ക്യാഷ് ഉപയോഗിച്ചു എന്ന് വേണ്ടി പറയാൻ പറ്റും. കാരണം ഒരു ഹോസ്പിറ്റലിൽ ഒരു 100 ചെയർ അല്ലെങ്കിൽ ഒരു 50 ചെയറേ ആവശ്യം ഉണ്ടാവുമായിരിക്കും. പക്ഷെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ഒരു വെന്റിലേറ്റർ ആണ് വാങ്ങുന്നതെങ്കിൽ അത് നമുക്ക് നമ്മളെ ക്വാളിറ്റി ഓഫ് കെയറും പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷനും അതേപോലെ തന്നെ നമ്മളെ ഹോസ്പിറ്റലിന്റെ ഇമേജും ഒക്കെ ഉയർത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഹെൽപ്ഫുൾ ആവുന്നുണ്ട്.
Next topic, importance of financial planning. First point, adequate funds. Adequate funds. ഹോസ്പിറ്റലിന് എപ്പോഴും ആവശ്യമായിട്ടുള്ള ക്യാഷ് കയ്യിലുണ്ടാവണം. ഫണ്ട് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിസിൻസ് വാങ്ങാൻ, സാലറി കൊടുക്കാനുള്ളത്, എക്യുപ്മെന്റ്സ്, അതേപോലെ തന്നെ മെയിൻ്റനൻസിന് ആവശ്യമായിട്ടുള്ള ക്യാഷ് നമ്മളെ കയ്യിൽ ഉണ്ടായിരിക്കണം. നമ്മളെ കയ്യിൽ അഡ്ക്വേറ്റ് ഫണ്ട് ഇല്ല, വിത്തൗട്ട് ആണ്, നമ്മൾ കയ്യിൽ ആവശ്യത്തിനുള്ള ക്യാഷ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ പേഷ്യൻസ് സഫർ ചെയ്യേണ്ടി വരും. കാരണം പേഷ്യൻസിന് കറക്റ്റ് ടൈമിൽ മെഡിസിൻസ് അവൈലബിൾ ആയിരിക്കില്ല, അതേപോലെ തന്നെ എക്യുപ്മെന്റ്സ് ഒന്നും നല്ലതായിരിക്കില്ല, മെയിൻ്റനൻസ് ചെയ്തിട്ടില്ലാണ്ടിരിക്കുമ്പോൾ റൂം, ബാത്റൂംസ് ഇതൊന്നും പ്രോപ്പർ വർക്കിങ്ങിലായിരിക്കില്ല. സോ ഇതൊക്കെ നമ്മളെ കയ്യിൽ എപ്പോഴും ആവശ്യത്തിനുള്ള ക്യാഷ് ഉണ്ടാവണം. ഈ ഇത്രയും കാര്യങ്ങൾക്ക് മെഡിസിൻ, സാലറി, എക്യുപ്മെന്റ്, മെയിൻ്റനൻസ്. സെക്കൻഡ് പോയിന്റ്, ബാലൻസ് ബിറ്റ്വീൻ ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ. ഇൻഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാലൻസ് ബിറ്റ്വീൻ ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോയിൽ പറയുന്ന ഇൻഫ്ലോ എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഹോസ്പിറ്റലിലേക്ക് വരുന്ന എമൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ പേഷ്യന്റ് ഫീസ് കൊടുക്കുന്നത്, ഇൻഷുറൻസിന്റെ പേയ്മെന്റ്സ്, അതേപോലെ തന്നെ ഡൊണേഷൻസ് ആയിട്ട് കിട്ടുന്നത്, ഇതൊക്കെയാണ് നമ്മൾ ഇൻഫ്ലോയിൽ പറയുന്നത്. ഔട്ട്ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിന് പുറത്തേക്ക് പോകുന്ന എമൗണ്ട്സ്, സാലറി, ഇലക്ട്രിസിറ്റി ബില്ല്, മെഡിസിൻ പർച്ചേസ്, ഇത് ഔട്ട്ഫ്ലോന് എക്സാമ്പിൾ. തേർഡ് പോയിന്റ്, പ്രോപ്പർ ഇൻവെസ്റ്റ്മെന്റ്. ഹോസ്പിറ്റലിൽ എക്സ്ട്രാ മണി ഉണ്ടെങ്കിൽ അത് സേഫ് ആയിട്ട് വേണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ. അപ്പൊ നമ്മളെ ഇൻകം ഇൻക്രീസ് ആവും. നമ്മൾ നല്ല സ്ഥലത്താണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ, നമ്മളത് സേഫായി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ഇൻകം ഇൻക്രീസ് ആവുന്നുണ്ട്. ഇപ്പൊ എന്തെങ്കിലും ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടാം, അതേപോലെ ഗവൺമെന്റ് ബോണ്ടുകൾ, എക്സ്പാൻഷൻ പ്രോജക്ട്സ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഫോർത്ത് പോയിന്റ്, ഹെൽപ്സ് ഗ്രോത്ത്. ഫിനാൻഷ്യൽ പ്ലാനിങ് സപ്പോർട്ട് ചെയ്യുന്നത് നമ്മളെ എക്സ്പാൻഷന്, നമ്മൾ ഹോസ്പിറ്റലിന്റെ സർവീസസ് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഹെൽപ്ഫുൾ ആയിരിക്കും. പുതിയ ഡിപ്പാർട്ട്മെന്റ്സ് തുടങ്ങാൻ വേണ്ടി, ടെക്നോളജിയിലുള്ള അഡ്വാൻസ്മെന്റ്സ്, അതേപോലെ ബെറ്റർ പേഷ്യന്റ് കെയർ. അപ്പൊ നമ്മളൊരു പുതിയ ICU ഒക്കെ തുടങ്ങുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ഈ ഫിനാൻഷ്യൽ പ്ലാനിങ് നമ്മളെ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ ചാപ്റ്റർ ക്ലിയർ അല്ലേ ഇപ്പൊ ഈ എടുത്തത് വരെയുള്ളത്? Clear, ma'am. അപ്പൊ ഇപ്പൊ ലീവ് ചെയ്തോളൂ, ബാക്കി നമുക്ക് മൺഡേ എടുക്കാം.